നമസ്കാരം. ടാരോ സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. അവരുടെ ലവ് മെസ്സേജസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്കിത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഫേസ് മനസ്സിലോട്ട് കൊണ്ടുവന്ന് കൂളായിട്ട് ഇരുന്നിട്ട് ഈ ഒരു വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതുപോലെ ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. ഓരോ മെസ്സേജസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് ഹോപ്പ്ഫുൾ എന്നാണ് വന്നിട്ടുള്ളത്. അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഹോപ്പ് ഉണ്ട് അവർക്ക്. അവർ വിചാരിക്കുന്നത് അവരത്രയും നിങ്ങളുമായിട്ട് അഫക്റ്റഡ് ആണ്, നിങ്ങളിൽ അവർക്ക് വിശ്വാസമുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളിൽ വിശ്വാസമുള്ളതായിട്ടാണ് അവർ കരുതുന്നത്. അവർ നിങ്ങളിൽ നിന്നും നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ഇതുവരെ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ അവർ കരുതുന്നത് ഇതുവരെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ മറന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു ഹോപ്പ് അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. ഓക്കെ, അവർ കരുതുന്നത് നിങ്ങൾ അവരെ പഴയ പോലെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവർ നോ കോൺടാക്ട് സിറ്റുവേഷനിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ലെസ് കോൺടാക്ട് എന്ത് സിറ്റുവേഷൻ ആയാലും അവർക്ക് നിങ്ങളെ പഴയ പോലെ ഇനിയും കാണാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നിങ്ങളുടെ ഉള്ളിൽ അവരോട് പഴയ അതേപോലെയുള്ള സ്നേഹം ഇപ്പോഴും ഉണ്ട് എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ഇവരെ പറ്റിയിട്ട് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടാവാം, അത്രയും ഇവർക്ക് എത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ കരുതുന്നത് നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസിനനുസരിച്ച് മാറാൻ വേണ്ടിയിട്ട് ഇവർക്ക് പറ്റും. അങ്ങനെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷനും നിങ്ങളുടെ ഒരു ഇഷ്ടവും ഒക്കെ ഇവർക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങളുടെ ലൈഫിലോട്ട് ഇവർ തിരികെ വരുമ്പോൾ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയുമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ കരുതുന്നത് കേട്ടോ. മിഷനാണ് അവരിപ്പോൾ അവരുടെ ലൈഫിലെ അല്ലെങ്കിൽ അവരുടെ സെൽഫ് ഗ്രോത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഒരു ടൈമാണ്. അവരൊരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ക്ലിയർ ആവുന്നവരെ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ അവരുടെ ലൈഫിൽ അവരുടെ ഒരു സക്സസ്സിലേക്ക് പോകുന്ന ഒരു ടൈമാണ്. അവരൊരു കാര്യം, ഒരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ആ ഒരു ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്യുക, അവരുടെ മിഷൻ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ആ മിഷൻ നിങ്ങൾ മനസ്സിലാക്കുകയും ആ ഒരു കാര്യത്തിന് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുകയും നിങ്ങൾ പരസ്പര ബഹുമാനത്തോടു കൂടി ഈ ഒരു പേഴ്സൻ്റെ മിഷൻ, അവരൊരു കാര്യം, ഒരു ലക്ഷ്യമുണ്ട്, ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടൈം ഞാൻ കൊടുക്കണം എന്നുള്ള ഒരു ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ അങ്ങനെ ഇവരുടെ മിഷൻ സക്സസ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. വാണ്ടിങ് ആണ്. നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളെ അത്രയും അവരുടെ ലൈഫിലോട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ടൈമാണ്. അത് സോൾ കൊണ്ടായാലും ഫിസിക്കലായാലും ഏത് രീതിയിലായാലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ പ്രസൻസ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ അവർ അത്രയും നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊമെൻറ്റിൽ അവർ കരുതുന്നത് നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഉള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഡിവൈൻ ഗ്രാറ്റിറ്റ്യൂഡ്. അവർ ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിലോട്ട് വന്നതിന് ഡിവൈനോട്, അല്ലെങ്കിൽ ഓരോ സമയം അല്ലെങ്കിൽ ഓരോ മിനിറ്റും അവർ കരുതുന്നത് ഇങ്ങനെ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വന്നതിന് ഡിവൈനോട് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്ന ഒരു അവസ്ഥയിലാണ് അവർ. കാരണം അവർ കരുതുന്നത് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്
യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അതുമാത്രമല്ല ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളെ തമ്മിൽ ഒന്നിപ്പിക്കുന്നതും കറക്റ്റായിട്ടുള്ള ഒരു പേഴ്സൺ അവരുടെ ലൈഫിലോട്ട് വന്നതും ഡിവൈൻ്റെ ഒരു ഗൈഡൻസ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഡിവൈൻ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ്സ് കാരണമാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. അവർ നിങ്ങളെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ പേഴ്സണ് എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളാണ് ഉള്ളത്. അവർ ഒരു ക്യൂരിയസ് ആണ് നിങ്ങളെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട്. ഓരോ കാര്യങ്ങളും നിങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നത്, നിങ്ങൾക്ക് ഇവരോടുള്ള റിയാക്ഷൻ എന്താണ്, എന്തൊക്കെയാണ് അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന പോലെ നിങ്ങളും അവരെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ അവർ ക്യൂരിയസ് ആണ്. ഓക്കെ, അവർ ചില സമയത്ത് അവർ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടാറുണ്ട്. കാരണം അതായത് നിങ്ങൾ പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു കാര്യം അതുപോലെ അവർ നിങ്ങളോട് തിരിച്ച് പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, എന്തുകൊണ്ടാണ് ഇത്രയും ഒരു കണക്ഷൻ വരുന്നത് എന്നുള്ളത്. അപ്പോൾ അവർ കരുതുന്നത് ഈ ഒരു റിലേഷൻഷിപ്പ് അത്രയും ഒരു പ്രഷ്യസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. നിങ്ങളുടെ മെസ്സേജസ് ഒക്കെ അവരിങ്ങനെ ഇൻറ്റ്യൂട്ടീവാണ്. നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിൽ വിചാരിക്കുന്നത് അവർക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ അവർ എന്തെങ്കിലും പറയാൻ വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അവർ ആ ഒരു കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇൻറ്റ്യൂട്ടീവാണ് നിങ്ങൾ രണ്ടുപേരും എന്നാണ് കാണിക്കുന്നത്. ആ ഒരു കണക്ഷൻ്റെ ഒരു ബോണ്ട് അല്ലെങ്കിൽ ആഴമാണ് ഇവിടെ ഈ ഒരു മെസ്സേജിലൂടെ കാണുന്നത് കേട്ടോ. ഇൻസെക്യൂർ ആണ് അവർ. അതായത് അവർക്ക് നിങ്ങളെ വളരെ നന്നായിട്ട് അവർക്ക് നിങ്ങളെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അവർ പല ടൈമിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ അവർ വളരെയധികം ഇൻസെക്യൂർ ആണ്. നിങ്ങളേക്ക് ഇനി തിരിച്ചു വന്നാൽ, ഒരു നോ കോൺടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ തിരിച്ചു വന്നാൽ നിങ്ങൾക്ക് അവരോട് എന്തൊരു ഇമ്പ്രഷൻ ആയിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു പേടി. അതുപോലെ ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഞാൻ ഇനിയും ഇവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ അത് അവരെ എത്രമാത്രം വിഷമിപ്പിക്കും. അങ്ങനെ ഒരു വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കണോ എന്നുള്ളൊരു അങ്ങനെ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഇവർക്കുണ്ട്. അതുപോലെ ഇവർ കരുതുന്നത് നിങ്ങളുടെ അത്രയും ഒരു ഉയർന്ന ലെവലിലേക്ക് ഇവർക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു ഫീലിങ്സ് ഒക്കെ ഇവരുടെ മനസ്സിലുണ്ട്. അപ്പോൾ അവർ കരുതുന്നത് ഇനിയും ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങളെ ബാഡ്ലി എഫക്റ്റ് ചെയ്യുമോ എന്നുള്ളൊരു പേടി ഇവർക്കുണ്ട്. കാരണം ഇവരുടെ ഇമോഷൻസ് ചില സമയത്ത് ഇവർക്ക് തന്നെ ഇഷ്ടമല്ല. കാരണം ഇവർ ചില സമയത്ത് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയും അല്ലെങ്കിൽ ഇവരുടെ ഒരു ക്യാരക്ടറിൽ വരുന്ന ചില മാറ്റങ്ങൾ ഇവർക്ക് തന്നെ ചില സമയത്ത് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ളൊക്കെ ഒരു വിഷമം ഇവർക്കകത്തുണ്ട്. അപ്പം ഇനി റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അത് നിങ്ങളെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നിങ്ങളെ ആ ഒരു വിധത്തിൽ അവർക്ക് വേദനിപ്പിക്കേണ്ടിയും വരും. ആ ഒരു ഇൻസെക്യൂർ ഫീലിംഗ് ഇവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. കണ്ടേ, യു ആർ മൈൻ എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളെപ്പോലെ മറ്റൊരാൾ ഈ ഒരു യൂണിവേഴ്സിൽ അവർക്ക് ഇതുവരെ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. നിങ്ങളാണ് അവരുടെ എല്ലാം. ഓക്കെ, അങ്ങനെ ഒരു മെസ്സേജാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ അവരുടേതാണ് എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. ഓക്കെ, നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കാം അവർക്ക് നിങ്ങളോട് അത്രയും ഒരു കണക്ഷനോ ഫീലിങ്സോ ഒന്നും ഇല്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കാം. പക്ഷെ അങ്ങനെയല്ല. അവർ നിങ്ങളെക്കുറിച്ച് കരുതുന്നത് ഇങ്ങനെയാണ്, യു ആർ മൈൻ, നിങ്ങൾ അവരുടേതാണ് എന്നുള്ള ഉറച്ച വിശ്വാസം അവർക്കുണ്ട്. അപ്പോൾ ചിലർക്കൊരു മനസ്സിനൊരു സംശയങ്ങൾ ഉണ്ടായിരിക്കാം, ഈ ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് ഒരു സത്യസന്ധമായിട്ടാണോ നിൽക്കുന്നേ എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ആൻസറാണ് ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്പെറൻസി എന്നാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് മാത്രം അവർ യാതൊരു മറകളും വെക്കാതെയാണ് നിന്നിട്ടുള്ളത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഓക്കെ, അവരുടെ റിയൽ ആയിട്ടുള്ള സെൽഫാണ് അവർ നിങ്ങളുടെ അടുത്ത് അവർ കാണിച്ചിട്ടുള്ളത്. അവരൊരിക്കലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു മറ പിടിച്ചു അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ സ്വഭാവം വെളിയിൽ കാണിക്കാതെ നിങ്ങളിൽ നിന്നും പല കാര്യങ്ങളും മറച്ചു വെച്ച് നിൽക്കുന്ന ഒരു പേഴ്സണാലിറ്റി അല്ല നിങ്ങളുടെ പേഴ്സണുള്ളത് എന്ന് കാണിക്കുന്നത്. അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോട് എന്താണ് അവരുടെ റിയൽ ആയിട്ടുള്ള സ്വഭാവം എന്താണ് എന്നുള്ളത് അവർ ശരിക്കും നിങ്ങളോട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണിച്ചിട്ട് പോലും നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ്.
ആ ഒരു കാര്യത്തിൽ അവർ യൂണിവേഴ്സിനോട് നന്ദി പറയാണ്. കാരണം ഇത്രയും എൻ്റെ റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ കാണിച്ചിട്ട് പോലും ആ ഒരു ക്യാരക്ടറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാണ് എൻ്റെ ലൈഫിലോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് അവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അവർ ലവ് ഈസ് റിയൽ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ രണ്ടുപേർക്കും നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുന്ന പോലെ നിങ്ങളുടെ പേഴ്സണും നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നാണ് കാണിക്കുന്നത്. അതുപോലെ നിങ്ങൾ രണ്ടുപേരും പരസ്പരം റെസ്പെക്റ്റോട് കൂടിയാണ് ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുന്നത്. രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള സ്പേസ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങൾ റെസ്പെക്റ്റ് കൊടുക്കുന്നു, അവർക്കുള്ള ഒരു പേഴ്സണൽ സ്പേസ് നിങ്ങൾ കൊടുക്കുന്നു. അതുപോലെ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും അതുപോലെ തിരിച്ചു തരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ അങ്ങനെയുള്ള ഒരു സ്നേഹം എന്ന് പറയുന്നത് റിയൽ ആയിരിക്കും. അങ്ങനെ ഉള്ള ഒരു സ്നേഹം റിയൽ ആണ്. നിങ്ങൾ തമ്മിലുള്ള സ്നേഹം എന്ന് പറയുന്നത് റിയൽ ആണ്. പരസ്പരം റെസ്പെക്റ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് തന്നെയാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ സ്ട്രെങ്ത് കൊണ്ടുവരുന്നത്. ആ ഒരു പേഴ്സൺ അവരുടെ ഒരു സ്പേസ് കൊടുക്കുക, നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്പേസ് അവരും തരിക, രണ്ടുപേരും പരസ്പരം അവരുടേതായ ലെവലിൽ റെസ്പെക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു റിലേഷൻഷിപ്പിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നല്ലൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാം നല്ല മെസ്സേജസ് ആണ് കേട്ടോ. ഓക്കെ, ഒരു കാർഡ് കൂടി എടുക്കാം കേട്ടോ. ഡൗട്ട്. ഓക്കെ, ഇങ്ങനെ നിങ്ങളുടെ പേഴ്സണെ ഡൗട്ട് അടിക്കുന്നതിൽ അവർ വിഷമിക്കുന്നുണ്ട്. അവർ കണ്ടോ ഭയങ്കരമായിട്ട് വിഷമിച്ച് കരഞ്ഞ് ഇരിക്കുന്ന ഒരു ഫീലിങ്സ് ആണ്. നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ ഡൗട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ ഡൗട്ട് ചെയ്യുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കണ്ടോ, അവരുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് സംശയമാണ് എന്നുള്ള ഫീലിങ്സ്, വിഷമം ഒക്കെ അവർക്കുള്ളതായിട്ടാണ് കാണിക്കുന്നത്. അവർ കരുതുന്നത് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, നിങ്ങൾ അവരെ വിശ്വസിക്കുന്നില്ല, അവരുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് യാതൊരുവിധ വിശ്വാസവും ഇല്ല എന്നുള്ളത് അവരെ എത്രമാത്രം ഹേർട്ട് ചെയ്യും. അതിപ്പോൾ നിങ്ങളെ ആണ് എങ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഹേർട്ടാവും. നിങ്ങളെപ്പോൾ ഈ ഒരു പേഴ്സൺ ഡൗട്ട് ചെയ്യുകയാണ്, നിങ്ങളുടെ സ്നേഹത്തിൽ അവർക്കൊരു വിശ്വാസമില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് അവർക്കുള്ളത്. അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അവർക്ക് മനസ്സിനകത്ത് പെയിനാണ്. നിങ്ങൾ ഇങ്ങനെ ഡൗട്ട്ഫുൾ ആയിട്ട് ഇവരോട് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒക്കെ അവരെ മാനസികമായിട്ട് തകർക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. ഒരു കാർഡ് കൂടി എടുക്കാം. സോറി എന്നാ പറയുന്നത്. അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഈ റിലേഷൻഷിപ്പിൽ അവർ പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ എല്ലാ കാര്യങ്ങൾക്കും അവർ സോറി പറയാണ്. അവർ കരുതുന്നത് നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കാനും ക്ഷമിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നാണ് അവർ കരുതുന്നത്. കാരണം അവർ കരുതുന്നത് നിങ്ങൾക്ക് തരുന്ന സ്നേഹം നിങ്ങൾ അത്രയും നിങ്ങളത് അതേപോലെ എടുക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ അവരെയും തിരിച്ച് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ മിസ്റ്റേക്സ് നിങ്ങൾ മനസ്സിലാക്കുകയും ഇവരോട് നിങ്ങൾ ക്ഷമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയും ചെയ്യുമെന്നാണ് അവർ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സോറി പറയുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതായത് ഒരാൾ സോറി പറയുക എന്ന് പറയുമ്പോൾ ആ ഒരാൾ അവരുടെ മിസ്റ്റേക്ക് ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ സോറി പറയാനുള്ളൊരു മാനസികാവസ്ഥയിൽ ഉണ്ടാവണമെങ്കിൽ തന്നെ കുറച്ച് അത്രയും നിങ്ങളോട് അവർ അത്രയും ഒരു സിൻസിയർ ആണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം. ലെറ്റർ എം, ലെറ്റർ എ, രേവതി, 1988 മാർച്ച്, അശ്വതി 1989, 1987, 2001, 2000, ലെറ്റർ സി 1999, ചിത്തിര. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പേഴ്സണെ വിശ്വാസത്തിൽ നിങ്ങൾക്ക് അത്രയും ഉറപ്പില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ അവരെ ഡൗട്ട് ചെയ്യാതിരിക്കുക. നിങ്ങൾ അവരെ വിശ്വസിക്കുക. നിങ്ങളുടെ സ്നേഹത്തിൽ വിശ്വാസം ഉണ്ടാവുക നിങ്ങൾക്ക്.
നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അവിശ്വസിക്കുക എന്ന് പറയുമ്പോൾ അത് അത്രയും അവരെ മാനസികമായിട്ട് ഹേർട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക ഓരോ സമയം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ എനർജി കൊടുക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ എന്താ പറയുക സ്നേഹത്തിൽ ഒരു ഡൗട്ട് ചെയ്യാതിരിക്കുക. അവർ നിങ്ങളെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ റിയലൈസ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരിക്കും. നിങ്ങൾ അത്രയും നിങ്ങൾക്ക് ഉറപ്പില്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ ഡൗട്ട് ചെയ്യും. അങ്ങനെ ഡൗട്ട് ചെയ്യുമ്പോൾ മിക്കവാറും റിലേഷൻഷിപ്പ് എൻഡ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം ഈ ഡൗട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന പേഴ്സണ് ഭയങ്കരമായിട്ടുള്ള പെയിനും വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതിപ്പോൾ നിങ്ങളെ അവർ ഡൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും അത് തന്നെയായിരിക്കും അവസ്ഥ. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോവുക. ഓക്കെ, താങ്ക് യു.